കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുണ്ട് രാഷ്ട്രീയത്തിൽ പി.സി. ജോർജിന്. എന്നാൽ 30 വർഷത്തോളം എം.എൽ.എ. എന്ന അനുഭവ സമ്പത്തുണ്ടായിട്ടും എളുപ്പം പ്രകോപിപ്പിക്കാൻ പറ്റുമെങ്കിൽ പി.സി. ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ സമൂഹത്തിന് മാതൃകയായിരിക്കണമെന്നും മതവിദ്വേഷമുണ്ടാക്കുന്ന അധിക്ഷേപ പ്രസ്താവനകൾ നടത്തിയിട്ട് മാപ്പപേക്ഷ നടത്തിയെന്ന് പറയുന്നത് സ്വീകാര്യമല്ലെന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നും ഹൈക്കോടതി പറഞ്ഞു. രണ്ടാമതും കുറ്റം ചെയ്താൽ പ്രതിക്ക് ഉയർന്ന ശിക്ഷയില്ല. വിദ്വേഷ പരാമർശങ്ങളിൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം ലോ കമ്മീഷനും പാർലമെന്റും പരിഗണിക്കണം. ഉത്തരവിന്റെ പകർപ്പ് നിയമ കമ്മീഷനും പാർലമെന്റിനും കൈമാറാനും രജിസ്ട്രിക്ക് കോടതി നിർദ്ദേശം നൽകി. മതവിദ്വേഷ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും നടത്തിയെന്ന പേരിൽ പി.സി. ജോർജിനെതിരെ നേരത്തെയുള്ള കേസുകളും കോടതി കണക്കിലെടുത്തു. പി.സി. ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാക്കുപിഴയാണെന്നും കോടതിയുടെ നിർദ്ദേശം ലംഘിക്കുകയെന്ന ഉദ്ദേശമില്ലായിരുന്നുവെന്ന വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. ചാനൽ ചർച്ചയടങ്ങിയ പെൻഡ്രൈവും കോടതി പരിശോധിച്ചു. പ്രഥമ ദൃഷ്ട്യാ കുറ്റം ബാധകമാണെന്നും കോടതി പറഞ്ഞു. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.